പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 2024 ആണ്ട് ഏതാണ്ട് അവസാനിക്കുകയായി. ഇനിയും 1-2-3 ദിവസങ്ങൾ മാത്രമുണ്ട് നമുക്ക് മുമ്പിൽ. ഒരു പുതുവർഷം പിറക്കുകയായി, 2025. ഈ സന്ദർഭത്തിൽ ഒരു ചെറിയ സന്ദേശം നമ്മളുടെ ഹൃദയത്തിൽ വയ്ക്കാം. ശാന്തി മുദ്ര. ശാന്തി മുദ്ര എന്താണ്? ശാന്തി മുദ്ര നമ്മൾ ഒരാളെ കാണുന്ന സന്ദർഭത്തിൽ ഒന്നുകിൽ കൈകൂപ്പാം, അല്ലെങ്കിൽ കൈ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുദ്ര വലത് കൈ കൊണ്ട് കാണിക്കാം. കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ കൈ ഉയർത്തി ഇങ്ങനെ നമുക്ക് കാണിക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് ആണ് ശാന്തി മുദ്ര എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ 2025 നമ്മൾ കണ്ടുമുട്ടുന്ന ഏവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ശരീരഭാഷയായി അതിനെ പരുവപ്പെടുത്തിക്കൊണ്ട് സമാധാനം, ശാന്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ. അങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ശാന്തി മുദ്രയാണ്. നിങ്ങൾക്ക് സമാധാനം. പീസ് ബി വിത്ത് യു, ലിവ് ഇൻ പീസ്. ആ സമാധാനം എന്ന് പറയുന്നത് സന്തോഷവും കൂടെയാണ്. സന്തോഷപൂർണമായ, സമാധാനപൂർണമായ ഒരു പുതിയ വർഷം 2025 നിങ്ങൾക്കുണ്ടാകട്ടെ. ഇതാണ് ശാന്തിമുദ്ര എന്ന പദം കൊണ്ട് ഞാൻ പ്രത്യേകമായി ഈ അവസരം ഉദ്ദേശിക്കുന്നത്. ഈ വർഷം മുഴുവനും അങ്ങനെ ഒരു ഭാവം ഒരാൾക്ക്, കണ്ടുമുട്ടുന്ന ഒരാൾക്ക്, നമ്മളുടെ സ്നേഹിതരാവാം, അപരിചിതരാവാം, ആരുമായിക്കൊള്ളട്ടെ, ഈ സമാധാനാശംസ വളരെ പ്രധാനമാണ്. ലോകമെന്ന് യുദ്ധഭീതിയിൽ കലുഷിതമല്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള കലഹം യുദ്ധമായി മാറുമ്പോൾ, വംശങ്ങൾ തമ്മിലുള്ള പോര് അത് ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു കാലഘട്ടം എന്ന പോലെ ഇപ്പോൾ ആ സന്ദർഭത്തിലാണ് ഈ ശാന്തി മുദ്രയ്ക്ക് വലിയ പ്രാധാന്യം ഈ വർഷമുള്ളത് എന്ന് ഞാൻ പ്രത്യേകം വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം ആശംസിക്കുവാനുള്ള ഹൃദയത്തിന് നേർമ്മയും അങ്ങനെ ഒരു ഭാവവും. സമാധാനം, ശാന്തി, ഇതാണ് ശാന്തി മുദ്ര. ഈ ശാന്തി മുദ്രയോട് ചേർന്ന് തന്നെ വേറെ 2 മുദ്രകളും കൂടെയുണ്ട്. തീർച്ചയായും ഈ ശാന്തി മുദ്ര അത് ഫലപ്രദമായി തീരണമെങ്കിൽ ഒരു അപേക്ഷ മുദ്രയുണ്ട്, പ്രാർത്ഥനയുടെ, അപേക്ഷയുടെ മുദ്രയുണ്ട്, അപേക്ഷാ മുദ്ര. അതിങ്ങനെയാണ്: ദൈവത്തോട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് 2 കരങ്ങളും വിടുർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, മുഖമുയർത്തി, കണ്ണുകൾ ഉയർത്തി ദൈവത്തെ നോക്കിക്കൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനാവണം. ഈ പ്രാർത്ഥനയുടെ അന്തസത്ത ലോകത്തിന് സമാധാനമുണ്ടാവട്ടെ എന്നുള്ളതും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ശാന്തി മുദ്രയും ദൈവത്തോടുള്ള അപേക്ഷാഭാവവും തമ്മിൽ ചേർന്നിണങ്ങി വരും. ഇത് ശരീരത്തിൻ്റെ 2ാമത്തെ മുദ്രയാണ്. 1ാമത്തെ മുദ്രയാണ് ശാന്തി മുദ്ര, 2ാമത്തേതാണ് അപേക്ഷാമുദ്ര. അത് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നമസ്കാര ക്രമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, കൈകൾ 2ഉം കൂടെ വിടർത്തിക്കൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. കുരിശ് വരയ്ക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ തലവണക്കി കുരിശു വരച്ച്
അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥന തുടങ്ങാൻ. വീണ്ടും കൗമാ ചൊല്ലുന്ന അവസരത്തിൽ മോറോനോയ പെരുന്നാളോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എഴുന്നേറ്റ് കുരിശു വരച്ച് അങ്ങനെ ഈ സാഷ്ടാംഗ പ്രണാമം നമ്മൾ നിർവഹിക്കണം. ഇങ്ങനെ ശരീരത്തിന് പല മുദ്രകളും ഭാവങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് അതൊരു സുന്ദരമായ അനുഭവമായിരിക്കും, സംശയമൊന്നുമില്ല. വേറൊരു മുദ്രയാണ് ഇത്, ശാന്തിമുദ്ര. മറ്റത് അപേക്ഷാമുദ്ര. വേറൊന്നാണ് വിനയമുദ്ര. അത് ഭക്തഭാവത്തിൽ നിന്ന് വരുന്നതാണ്. വിനയമുദ്ര ഇങ്ങനെയാണ്. കുഞ്ഞുങ്ങൾ നമ്മളെല്ലാവരും ആരാധനയ്ക്കായി പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിൽ വരുമ്പോൾ നിൽക്കുമ്പോൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അല്ലെങ്കിൽ തല വണക്കിക്കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇങ്ങനെ നിൽക്കാം. നെഞ്ചോട് ഈ രണ്ട് കൈകൾ കുരിശാകൃതിയിൽ വെച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കൈകൾ കെട്ടി നിൽക്കണം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ അന്തസത്ത ഇതാണ്. കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസരായി ഭക്തരായി വിനയഭാവത്തിൽ ദൈവതിരുസന്നിധിയിൽ നിന്ന് ആരാധനയിൽ സംബന്ധിക്കണം. ഇതെല്ലാം ശരീരത്തിൻ്റെ മുദ്രകളാണ്, ശരീരത്തിൻ്റെ ഭാവങ്ങളാണ്. ഈ ശരീരത്തിൻ്റെ ഭക്തഭാവം, ശരീരം കാണിക്കുന്ന ഭക്തഭാവം അല്ലെങ്കിൽ ഈ മുദ്രകൾ നമ്മളുടെ ദൈവത്തോടുള്ള നമ്മളുടെ ഭാവവും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സഹോദരങ്ങളോടുള്ള ഭാവവുമായി അത് മാറുകയായി. അപേക്ഷാഭാവം ദൈവത്തോടാണ്. ശാന്തി മുദ്ര സകല മനുഷ്യർക്കുമായി നൽകുന്നതാണ്. വിനയഭാവം ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടുമുള്ള അടിസ്ഥാനപരമായ ഭാവമാണ്. ദൈവത്തോടാകുമ്പോൾ അത് ഭക്തഭാവവും മനുഷ്യരോടാകുമ്പോൾ അത് സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവിൻ്റെ വിനയത്തിൻ്റെ ഭാവമായി മാറുകയാണ്. അങ്ങനെ ആയിരിക്കണം ഒരു ഭക്തൻ. ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിതനായി നിൽക്കുകയാണ് വിനയത്തോടെ. മനുഷ്യരുടെ മുമ്പിൽ ഞാൻ കാണുന്ന അയാളേക്കാൾ ഞാൻ കാണുന്ന അയാളാണ് എന്നേക്കാളധികം ദൈവസാന്നിധ്യമുള്ളയാൾ, നാം പ്രത്യേകമായി മാനിക്കേണ്ടയാളെന്നുള്ള തിരിച്ചറിവോടുകൂടിയുള്ള ഒരു ഭാവം. ഈ വർഷം ഈ ശാന്തി മുദ്ര, ശാന്തി ആശംസ ഈ മുദ്രയിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയട്ടെ. അതോട് ചേർന്ന് വരുന്നതാണ് ദൈവത്തോടുള്ള അപേക്ഷാമുദ്ര. കൈകൾ ഉയർത്തി പ്രത്യേകമായും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ, മറ്റവസരങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ നിൻ്റെ വിനയാൻവിതനായ സമർപ്പിതനാണെന്നുള്ള ഭാവം, അത് ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ഭാവം മാത്രമല്ല, നമ്മൾ കണ്ടുമുട്ടുന്ന ഏത് സഹോദരങ്ങളോടും ആരോടായിരുന്നാലും അവരോടെല്ലാമുള്ള നമ്മളുടെ ഭാവമായി മാറേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കൈകൾ ഉയർത്തി ഇങ്ങനെയാണ് കാണാനാവുക. ഇത് ശാന്തിമുദ്രയുടെ ഒരു ഭാവമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് ആചാര്യൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആശംസിക്കുമ്പോൾ അത് ശാന്തിമുദ്രയാണ്. ഇതൊരു പുരാതനമായ ഒരു മുദ്രയാണ്. ബുദ്ധ പ്രതിമയിൽ ബുദ്ധൻ എങ്ങനെയാണ് ധ്യാനിച്ചിരിക്കുന്നത്? കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് ശാന്തിമുദ്രയിൽ ഇരിക്കുന്നതായി ധ്യാനിക്കുന്നതായി കാണാനാവും. അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെ ചിത്രം നമ്മൾ നോക്കുമ്പോൾ
ചമ്രം പടഞ്ഞിരുന്ന് മറ്റുള്ളവർക്കെല്ലാം ശാന്തി ആശംസിക്കുന്ന മുദ്രയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇതൊരു പൊതു സംസ്കാരമാണ്. പ്രത്യേകിച്ചും കിഴക്കൻ നാടുകളിലെ ഒരു സംസ്കാരമാണ്. പ്രത്യേകിച്ചും സന്യാസ പ്രസ്ഥാനങ്ങളോട് ചേർന്നു വരുന്ന ഒരു ഭാവമാണ്, ഒരു മുദ്രയാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ, പുതുവർഷം തുടങ്ങുമ്പോൾ ഇതേ സംബന്ധിച്ച് നമുക്ക് ചില ചിന്തകളും ആ ചിന്തകൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും, നമുക്ക് മാത്രമല്ല നമ്മളിലൂടെ ലോകത്തിന് നൽകാവുന്ന സന്ദേശവും തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്ന ശാന്തിമുദ്ര കൈ ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിരിക്കട്ടെ. ഈ 2025 സമഗ്രമായും മുഴുവനായും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ വലിയ സമാധാനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകമായും ആ കാണുന്ന അവസരത്തിൽ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് സമാധാനം ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വലിയ താല്പര്യത്തോടുകൂടിയുള്ള സമാധാന ആശംസ അത് തീർച്ചയായും നമ്മെ രൂപാന്തരപ്പെടുത്തും. നാം കണ്ടുമുട്ടുന്ന ആളുകളെ സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവകൃപ 2025 ആദ്യോടന്തം കുഞ്ഞുങ്ങളെ നമ്മളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാണ്.